നമസ്കാരം. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ആദ്യ ദിന തെരഞ്ഞെടുപ്പ് പ്രചാരണം മരണമാസായി തന്നെ രാജ്യവ്യാപകമായി അലയടിച്ചിരിക്കുകയാണ്. കേജ്രിവാൾ പറഞ്ഞ പ്രസ്താവനകളും പരാമർശങ്ങളും BJPയെ നല്ല അടപടലം പിടിച്ചു കുലുക്കിയിട്ടുമുണ്ട്. 2024 ജൂൺ 4 ശേഷം BJP ഇന്ത്യ ഭരിക്കില്ലെന്ന വിലയിരുത്തലോ ഏകാധിപതികൾ എപ്പോഴൊക്കെ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനം അവരെ കാർക്കിച്ച് തുപ്പുകയും വലിച്ചു ദൂരെ കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും മോദി അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം മോദി ജയിലിൽ അടയ്ക്കുമെന്ന മുന്നറിയിപ്പുമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാരണം. ജൂൺ 4 ശേഷം BJPയെ ഇന്ത്യൻ ജനത തൂത്തു തുടയ്ക്കും. കാരണം ഇത്തവണ BJP 230 സീറ്റ് കടക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിലെത്തുകയും ചെയ്യും. ഈ ഒരു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട് കേജ്രിവാൾ പറയുന്നത് ഇങ്ങനെയാണ്: AAP പുതിയ സർക്കാരിൻ്റെ ഭാഗമാവുകയും BJP ഇനി ഭരണം തുടർന്നാൽ കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ജയിലിൽ അടയ്ക്കുമെന്നതിന് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇതൊന്നുമല്ല ട്വിസ്റ്റ്. കേജ്രിവാൾ തൊടുത്തുവിട്ട അസ്ത്രം നരേന്ദ്രമോദി നിശ്ചയിച്ച 75 വയസ്സെന്ന പ്രായപരിധിയാണ്. അതാണ് BJPയെയും രാജ്യത്തെയും ഇപ്പോൾ കൊടുങ്കാറ്റ് പോലെ പിടിച്ചുലച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്ത്യ സഖ്യത്തോട് തുടക്കം മുതൽ ചോദിക്കുന്ന NDAയോട് അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, വീണ്ടും അധികാരത്തിൽ വന്നാൽ NDAയുടെ പ്രധാനമന്ത്രി ആരായിരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം കേജ്രിവാൾ ചോദിക്കുമ്പോൾ BJPക്ക് ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് BJP അണികളുടെ മൗനത്തിൽ നിന്നും ഉരുണ്ടുകളിക്കലിൽ നിന്നുമൊക്കെ വളരെ വ്യക്തമാണ്. എന്തായാലും അടുത്ത സെപ്റ്റംബർ മോദിക്ക് 75 വയസ്സ് തികയും. അപ്പോൾ ആരെയാകും പ്രധാനമന്ത്രിയാക്കുക എന്ന ചോദ്യമാണ് കേജ്രിവാൾ ഉന്നയിച്ചത്. അതുകൊണ്ട് BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് പറഞ്ഞ കേജ്രിവാൾ 75 എന്ന പ്രായപരിധി ഉപയോഗിച്ച് നടത്തിയ കടന്നാക്രമണം നരേന്ദ്രമോദിയെ മാത്രമല്ല BJPയെയും ഇനിയുള്ള ദിവസങ്ങളിൽ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ദ മിന്റ് എന്ന ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ 2014 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നയുടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സിന് മുകളിലുള്ള നേതാക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഭരണപരമായ പദവികൾ ഏറ്റെടുക്കരുതെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദ മിന്റ് എന്ന ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ 2014 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നയുടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സിന് മുകളിലുള്ള നേതാക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഭരണപരമായ പദവികൾ ഏറ്റെടുക്കരുതെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആ വർഷം നവംബറിൽ 75 വയസ്സ് തികയുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ചത് ഈ ഒരു കാരണം കൊണ്ടാണെന്നും വാർത്തയിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പ്രായപരിധിയുടെ പേരിൽ സ്ഥാനമൊഴിയുന്ന രണ്ടാമത്തെ BJP നേതാവായിരുന്നു പട്ടേൽ എന്നും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് തികയുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും 75 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള നേതാക്കൾക്ക് ടിക്കറ്റ് കിട്ടുക അത്ര എളുപ്പമല്ലെന്നും ഹരിയാന മുഖ്യമന്ത്രിയായിരിക്കെ മനോഹർ ലാൽ ഖട്ടർ കഴിഞ്ഞ ജനുവരിയിൽ നടത്തിയ പ്രസ്താവനയും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ BJP അധ്യക്ഷനായിരുന്ന അമിത്ഷാ അത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മറ്റുള്ളവർക്കൊരു നിയമം, ഇവർക്ക് വേറൊരു നിയമം. 75 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്ഥാനങ്ങൾ നൽകേണ്ടതില്ലെന്ന മോദിയുടെ തീരുമാനത്തിന് RSSന്റെ അനുമതി ഉണ്ടെന്നും 2014 പൊതു തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചപ്പോൾ ഇതിനായി മാർഗനിർദ്ദേശക മണ്ഡൽ രൂപീകരിക്കാൻ BJP ഒരു തീരുമാനമെടുത്തു എന്നുള്ളതൊക്കെയുള്ള വാർത്തകളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു. പ്രായപരിധിയുടെ പേരിൽ മാറി നിൽക്കേണ്ടി വന്ന LK അദ്വാനി, മുൻ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷി എന്നിവരായിരുന്നു ഈ സമിതിയിലെ പ്രധാന അംഗങ്ങൾ. പ്രായപരിധിയുടെ പേരിൽ മാറ്റി നിർത്തിയവരുടെ പേരുകൾ ഇനിയും ഒരുപാട് പേരുണ്ട്. മുൻ പ്രധാനമന്ത്രി യശ്വന്ത് സിൻഹ, രമൺ സിംഗ്, വസുന്ധര രാജെ സിന്ധ്യ, മനോഹർ ലാൽ ഖട്ടർ, സുമിത്ര മഹാജൻ, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോകുന്നുണ്ട്. ഈ നടപടി BJPക്കകത്ത് തന്നെ തട്ടലും പൊട്ടലും ഉണ്ടായതിൻ്റെ വാർത്തകളും പലതുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് തടസ്സമാകുന്നവരെയും ഇഷ്ടമില്ലാത്തവരെയും ഒഴിവാക്കുന്നതിനുള്ള സൂത്രപ്പണികളാണ് ഈ തീരുമാനങ്ങളിലൂടെയൊക്കെ ചെയ്തത്. എങ്കിലും മോദിയുടെ അതേ സൂത്രം മറ്റൊരു മറുമരുന്നായി ഉപയോഗിച്ച് കേജ്രിവാളിൻ്റെ പ്രായപരിധി പ്രയോഗത്തെ മറികടക്കാൻ മോദിക്ക് ഇനി വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് മോദി തൻ്റെ എതിരാളികളെ കടന്നാക്രമിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുള്ളതെങ്കിൽ BJP പിന്തുടർന്നു പോരുന്ന പ്രായപരിധി എടുത്തിട്ട് BJPയെ വെട്ടിലാക്കുകയാണ് കേജ്രിവാൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വളരെ ശക്തിയുള്ള ആയുധം തന്നെയാണ് BJPക്കെതിരെ കേജ്രിവാൾ തൊടുത്തുവിട്ടിരിക്കുന്നത്.